അങ്ങയുടെ ആശ്രമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു സ്ത്രീയുടെ യോനിയും പുരുഷന്റെ ലിംഗവുമാണ്. യോനി പൂജ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. അത് പണ്ട് പോലീസുകാരും ഒന്ന് ചോദിച്ചു എൻക്വയറിക്ക്, ഇന്നിവിടെ യോനി പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അവർ കണ്ണെടുത്തു. അതെന്തപ്പോൾ പറഞ്ഞു, എനിക്ക് ഭാര്യയൊക്കെ ഉള്ളതാണ്, മറ്റൊരു സ്ത്രീ നിങ്ങളോട് പരാതിയുമായി വന്നോ? ഇനി എന്താണ് യോനി പൂജ? യോനി പൂജ പറഞ്ഞാൽ മാതൃപൂജയാണ്. അപ്പൊ യോനിയെ പൂജിക്കല്ലേ? യോനിയെ പൂജിക്കുന്നതിനുള്ള തെറ്റ്. നിങ്ങൾ ഈ ലിംഗത്തെ പൂജിക്കുന്നില്ലേ? നിങ്ങൾ ശിവലിംഗത്തെ പൂജിക്കുന്നില്ലേ? അത് പുരുഷലിംഗമല്ലേ? ആണ്. അതല്ലാന്ന് പറഞ്ഞാൽ കുഴ കൂട്ടി വെച്ചിട്ട് പുരുഷലിംഗം എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ലോകത്തിലെ ശിവലിംഗങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിലെ ശിവലിംഗങ്ങൾ എടുത്തു നോക്കിയാലും ശരിക്കും കൃത്യമായി അടയാളപ്പെടുത്തിയ ലിംഗരൂപങ്ങളുണ്ട്. അപ്പോൾ അതിനെ ആരാധിക്കാമെങ്കിൽ യോനിയെ ആരാധിക്കാം. ഇനി തന്ത്രശാസ്ത്രം പറയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഈ ശിവലിംഗം ഇരിക്കുന്നത് ഒരു യോനിയിലാണ്. പീഠം യോനിയാണ്. ശിവലിംഗം മാത്രമല്ല എല്ലാതും. ഇപ്പൊ ലിംഗോ യോനി എന്നുണ്ട്. അപ്പൊ അതിന് അതേ രൂപത്തിൽ എടുത്തു വെക്കുന്നതോ കുഴപ്പം? കാമാക്കി പോലുള്ള ക്ഷേത്രങ്ങൾ പ്രത്യക്ഷം സതീദേവിയുടെ യോനി വന്ന് പതിച്ച പീഠമാണ് കാമാക്കിയിലെ ആരാധന നടക്കുന്ന ശക്തിപീഠം. 51 ശക്തിപീഠത്തിൽ ഒന്നാണ്. അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. മനസ്സിലായില്ല. അത് ലിംഗത്തിന്റെ അഗ്രഭാഗമാണ് മുകളിലേക്ക് ഇരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് മറ്റേത് യോനിയാകുക? അതെന്താ വെച്ചാൽ നമ്മൾ കാണുന്നതല്ല ശിവലിംഗം. അതിന്റെ ഉള്ളിൽ, ആ പീഠത്തിന്റെ ഉള്ളിൽ ഒരു 8 വട്ടുണ്ട്, താഴെ ഒരു ചതുരത്തിലൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ യോനിക്ക് അകത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് അത് അഷ്ടബന്ധത്തെ ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം ബ്രഹ്മം ആനന്ദമാണ്. അപ്പോൾ ഭഗവാൻ പരമേശ്വരനും പരാശക്തിയും സദാ ആനന്ദത്തിൽ വർത്തിക്കുന്നു, സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ സിംബോളിക് ആവിഷ്കരണം യോനി തന്നെയായി. അത് തന്ത്രശാസ്ത്രം. ഇത് ഫോണാണെന്ന് പറയുന്ന പോലെ ഇത് തന്ത്രശാസ്ത്രമല്ലേ വേണ്ടത്? അവിടെയാണ് യോനിയും ലിംഗവും ആണ് പ്രതിഷ്ഠിക്കുമ്പോൾ, പീഠം പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ ശക്തി ബീജം കൊണ്ട് തന്നെയാണ് പ്രതിഷ്ഠിക്കുന്നത്. ലൈംഗികതയാണോ ഏറ്റവും വലിയ ആനന്ദം? ലൈംഗികത ആനന്ദമല്ല, ലൈംഗികത ആനന്ദമാണ്. എന്നാൽ ലൈംഗികതയാണ് ഏറ്റവും വലിയ ആനന്ദം? അല്ല, ആനന്ദമാണ് ആനന്ദം. അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരു കള്ള് കുടിച്ച ആളോട് പറയാം നമുക്ക് കള്ള് മോശമാണെന്നോ നല്ലതാണെന്നോ പറയാൻ പറ്റും. അവിടെ കിക്കില്ലേ ചോദിക്കാം. അപ്പം അവനോട് പറയാം, നീ ഇപ്പം അനുഭവിക്കുന്ന ഒരു മൂടുണ്ടല്ലോ, ഇതിൻ്റെ എത്രയോ 10 മടങ്ങാണ് ബ്രഹ്മാനന്ദം. അപ്പം അവന് കിട്ടും. ഇതുപോലെ ലൈംഗികത ആനന്ദമാണ്. ബ്രഹ്മാനന്ദത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു വശം തന്നെയാണ് ലൈംഗിക. ഒരു സംശയവുമില്ല. ബ്രഹ്മാനന്ദത്തിൻ്റെ ഏറ്റവും കള്ളു കുടിക്കാത്തവനും സിഗരറ്റ് വലിക്കാത്തവനൊക്കെ ഈ സാധാരണ കുടുംബജീവിതം അല്ലെങ്കിൽ ലൈംഗിക ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അവനോട് പറയാനുള്ളത്, ഈ ബ്രഹ്മാനന്ദത്തിൻ്റെ ഏറ്റവും ചെറിയൊരു ഒരു ഉദാഹരണം പറയുക വെച്ചാൽ ലൈംഗികതയിൽ അനുഭവിക്കുന്ന, പീഡിപ്പിച്ചിട്ടൊന്നും അല്ല കേട്ടോ, പരസ്പരം അറിഞ്ഞുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ലൈംഗികത. ഒരാൾക്ക് 10 പേരോട് പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ലൈംഗിക ബന്ധം ഏർപ്പെടുന്നത് തെറ്റാണോ? അയാളുടെ കഴിവനുസരിച്ചിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളെന്താ പറയുക? നിങ്ങൾ ചോദിച്ച ചോദ്യം നമുക്ക് മനസ്സിലായി. പക്ഷേ മറുപടി ആദ്യം പറഞ്ഞാൽ ഇങ്ങനത്തെയാണ്. ഒരാൾക്ക് ഞങ്ങളുടെ ചോദ്യം ഇങ്ങനെയാണ്, ഒരാൾക്ക് 10-12 ആളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ലൈംഗികതയിൽ ഏർപ്പെടുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എന്താ പറയുക? അതിനാണ് എൻ്റെ മറുപടി. അതെന്താ കുഴപ്പമുള്ള കഴിവല്ലേ, ആണായാലും പെണ്ണായാലും. പക്ഷെ അങ്ങയുടെ ചോദ്യം അങ്ങനെയല്ല. അത് നീതിയാണോ എന്നായിരിക്കും ചിലപ്പോൾ അങ്ങയുടെ ചോദ്യം. അവിടെ എന്താ വെച്ചാല് നമ്മൾ പറയാം, സദാചാരവാദി ആകുമോ? അല്ല, ഞാൻ തന്ത്രശാസ്ത്രവാദിയാണ്. തന്ത്രശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ ഞാൻ കാണുന്നു. നമ്മുടെ പുരാണങ്ങൾ പോലും അങ്ങനെയാ പറഞ്ഞത്. തന്ത്രശാസ്ത്രത്തിന്റെ കണ്ണിൽ മറ്റൊരാളെ ഉപദ്രവിക്കാതെ ആ വ്യക്തിക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾക്കും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികതയാകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനിവിടെ ശിഷ്യർക്ക് കൊടുക്കുന്ന ഉപദേശം തന്നെ അങ്ങയോടും പറയുന്നത്. ഒരുത്തൻ്റെ ഭാര്യ, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ചൂഷണം ചെയ്തുകൊണ്ട് പൂജാ ഗീജ പറഞ്ഞുകൊണ്ട് പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നും തന്നെ ഒരർത്ഥത്തിലും ചൂഷണമോ ഭയപ്പെടുത്തലോ കീഴ്പ്പെടുത്തലോ ആകരുത്. ആണായാലും പെണ്ണായാലും ലൈംഗികത. അതല്ലാതെ നിങ്ങൾക്കാകുമെങ്കിൽ ആകാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് മാത്രമാണ് ആനന്ദം എന്ന് കരുതി കഴിഞ്ഞാലും നിങ്ങൾ എവിടെയും എത്തില്ല. അതല്ല, ഇതിനപ്പുറം ആനന്ദം ഉണ്ടെന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾ 10,000 കിണർ കുഴിച്ചാലും 1 കിണർ കുഴിച്ചാലും വെള്ളമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അത് അവിടെ കിട്ടും. അപ്പൊ തന്ത്രശാസ്ത്രമാണ് പറഞ്ഞത്, പുരോഗമനം തന്ത്രത്തിൽ അത് കേട്ടോളൂ, തന്ത്രത്തിൽ സദാചാരമൊന്നുമില്ല. അങ്ങ് പറഞ്ഞ പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പോകണം. പരമാനന്ദം ഒരാളിൽ നിന്ന് കിട്ടുന്നെങ്കിൽ ആ ഒരാളിൽ തൃപ്തിപ്പെടുക. തൃപ്തിപ്പെടണമെന്ന് പറയില്ല. തന്ത്രത്തിൽ അങ്ങനെ ഇല്ല. തന്ത്രത്തിൽ ഭാര്യയും ഭർത്താവും കൂടി ഇല്ലാതെ ഇപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ സഹശക്തിയാണ്. ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, സഹശക്തിയാണ്. രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇല്ല. സഹശക്തിയാണ്. അവ അങ്ങ് ലിവിങ് ടുഗദറിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടാളും ഹാപ്പിയാണ്. എന്നുവെച്ചാൽ അവര് സാധകയാണ്. അവരെ എനിക്ക് റെസ്പെക്റ്റ് ആണ്. ഞങ്ങൾ അപ്പം നിങ്ങൾ ചോദിക്കും, എല്ലാവരും ചോദിക്കും, അപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും വഴക്കൊന്നും ഉണ്ടാവില്ലേ? മനുഷ്യന്മാരാകുമ്പോൾ ബിഗ് ബോസിൽ പോലും അങ്ങോട്ട് വർത്താനം അതുണ്ടാകണല്ലേ? ഒരു വഴക്കിടലൊക്കെ വേണം. പക്ഷെ ആ വഴക്ക് എന്താണ്? ആ വഴക്കിടാനായിട്ടുള്ള വഴക്കല്ല, അത് ആ സ്നേഹത്തിൻ്റെതായിരിക്കും. തർക്കമാണ്. അതുണ്ടാവണം. അത് വ്യക്തിപരമാണ്. അവരൊരു വ്യക്തിയാണ്, നമ്മളൊരു വ്യക്തിയാണ്. അവർ സ്ത്രീയാണെന്ന് വെച്ചിട്ട് അവർ മറ്റൊന്നുമല്ല. അപ്പം ആ ആദരവ് ഉണ്ടായിരിക്കും, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു കുറച്ച് കുട്ടികളുടെ അമ്മയാണ്, അതിൻ്റെ കാഴ്ചപ്പാടുണ്ടായിരിക്കാം. പക്ഷെ അവിടെ തന്നെയാണ് താങ്കൾ ചോദിക്കുമ്പോൾ, അങ്ങനെ ഭാര്യയാകുമ്പോൾ തങ്ങളുടെ ഭാര്യയിൽ നിന്നും താങ്കൾക്ക് തൃപ്തി ലഭിക്കുന്നില്ലെങ്കിൽ താങ്കൾ താന്ത്രികൻ എന്ന നിലയ്ക്ക് താങ്കൾ ചോദിക്കാണ്ട് നമ്മൾ പറയാം. ചിലപ്പോൾ താങ്കൾ എനിക്കതൊന്നും തോന്നുന്നു. കുട്ടികളുടെ ജാതി എന്താണ്? കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ജാതി വേണമെങ്കിലും വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ്റെ ജാതി എവിടുന്ന് കിട്ടുള്ളൂ? വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അച്ഛൻ്റെ ജാതിയെ കിട്ടുക? അപ്പൊ അവർക്ക് ചെറുമനാവാനേ നിർവാഹം, ചെറുമനാവാനേ. ജാതി ഇല്ല എന്ന് എഴുതി കൂടെ?
അവർ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ വെച്ചിരുന്നു. പക്ഷെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ അവരിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ശരി ജാതി വേണമെങ്കിൽ ആകാം, നിങ്ങൾ വേണമെങ്കിൽ വെച്ചോളൂ, ഇങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ വെച്ചോളൂ. അവർക്ക് അറിയില്ലല്ലോ 18 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ജാതി വേണ്ടെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചോളൂ. ഇത് ജാതിയുടെ കാര്യം മാത്രമല്ല, മതമാണെങ്കിൽ എൻ്റെ കൺസെപ്റ്റ് ഇതാണ്. മതമാണെങ്കിൽ ഞാൻ ഹിന്ദു ആകുന്നതുകൊണ്ട് എൻ്റെ മക്കൾ ഹിന്ദുവായി ജീവിക്കും. സ്കൂളിൽ പോകുമ്പോൾ ജാതി വെച്ചത് സംവരണം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ സംവരണം കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ പോലും എൻ്റെ മക്കൾ 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കും, ഇതുവരെ അവർക്ക് ലംസം ഗ്രാൻഡ് കിട്ടിയിട്ടില്ല. ഇതൊക്കെ വെറുതെ പറയുകയാണ്. കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിന് വേണ്ടിയിട്ട് തന്നെ. കാരണം അങ്ങേക്ക് അറിയാൻ വേണ്ടി പറയണം, സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് എനിക്കത് വേണം. ഞാനിപ്പോൾ ഈ കോട്ടും സൂട്ട് ഇട്ടു പറഞ്ഞുകൊണ്ട് ഞാൻ സാമ്പത്തിക ഇപ്പം അങ്ങ് കാണുന്നുണ്ട്, ഇതുകൂടി ഉണ്ട്. കാരണം ഒരു കാലത്ത് ഞാൻ എന്തോ വലിയ സമ്പന്നനാണെന്നൊക്കെ ഏതൊരു യൂട്യൂബ് ചാനലൊക്കെ ഇട്ടതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴാണ് ഒരു കെട്ടിടമായത്, അതും തന്നെ ഒരാൾ ഞങ്ങൾക്ക് ഓഫർ ചെയ്ത ഒരു കെട്ടിടം. അപ്പോൾ അവിടെ എനിക്ക് സാമ്പത്തികം ഇല്ല. ഞാൻ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ ഭക്തരെല്ലാം കാണാൻ വരുമ്പോഴത്തേക്ക് തുച്ഛമായ വരുമാനത്തിൽ എനിക്ക് പറ്റുന്ന ചാരിറ്റി ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രസ്റ്റായിട്ട് വലിയ ഫണ്ട് പിരിവോ ഫണ്ടിങ്ങോ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പട്ടികജാതിക്കാരൻ എന്ന് നിങ്ങൾ നോക്കണ്ട. അത്തരത്തിലൊരു വ്യക്തിക്ക് അയാളുടെ ജീവിതം ധാർമ്മിക പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് കൊണ്ട് അയാളുടെ മക്കൾക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ല എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുത്താൽ, നായരോ നമ്പൂരിയോ മാപ്പിള എന്തോട്ട് അവർക്ക് കൊടുത്താൽ എനിക്കൊരു വിരോധവുമില്ല. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പൂർണ്ണമായി എൻ്റെ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അത് അവർക്ക് എൻ്റെ അത്രയും ഇല്ലാത്തത് കൊണ്ടല്ലേ. തീർച്ചയായിട്ടും അത് ഞാൻ എതിരല്ല. അപ്പം അങ്ങനെ ചോദ്യത്തിൽ ഞാൻ വിട്ട് ആ കാര്യം വീണ്ടും പറയാം. കാരണം എനിക്ക് തന്ത്രശാസ്ത്രമാവുന്നത് കൊണ്ട് ഇന്ന് പുതിയ തലമുറയോട് പറയാനുള്ളത്, കല്യാണം കഴിക്കാത്ത ഒത്തിരി ചെറുപ്പക്കാരോട് വരാറുണ്ട്. കല്യാണം ആയില്ല. നമ്മൾ അവരോട് പറഞ്ഞത് കല്യാണം എന്ന് പറഞ്ഞ് നടക്കാതെ പുരുഷാർത്ഥം എന്ന് പറഞ്ഞ് നടക്കുക. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിന് സഞ്ചരിക്കാം. അത്രേ വേണ്ടുള്ളൂ. അല്ല ധർമ്മം, അർത്ഥം എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പാദ്യം. നമ്മൾ എന്തെങ്കിലും നേടുക, ധർമ്മം പഠിച്ച് എന്താണോ നേടേണ്ടതായി നേടുക. അപ്പൊ അതിന്റെ മൂല്യം നേടുക, അതാണ് അർത്ഥം. സാധാരണ അർത്ഥം. കല്യാണം കഴിക്കാത്ത കാമസംതൃപ്തി വരുന്നു. കാമം എന്ന് പറഞ്ഞാൽ കാമ്യാനാം കർമ്മണ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് കാമം എന്ന വാക്കിനോട് അർത്ഥം. അപ്പൊ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് ഭൗതികമായിട്ടുള്ള സാധനങ്ങളെല്ലാം ആഗ്രഹിക്കണം. അപ്പൊ വീട് ഒരാഗ്രഹമാണ്, ധനം ഒരാഗ്രഹമാണ്. അതൊക്കെ ഇങ്ങനെയാവുമ്പോൾ മറ്റൊന്നാണ് ഫിസിക്കലി ഉള്ള ആഗ്രഹം. ഫിസിക്കൽ ആഗ്രഹം ചിലപ്പോൾ സിനിമ കാണണം, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇതുപോലെ ഒരു മനുഷ്യന്റെ മലമൂത്ര വിസർജനം പോലെ, ഭക്ഷണം പോലെ, പാർപ്പിടം പോലെയൊക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ സാമാന്യേന ഒരു കുഴപ്പവുമില്ലാത്തൊരു വ്യക്തിയുടെ ആവശ്യമായൊരു കാര്യമാണ് സെക്ഷുവൽ ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്, ലൈംഗികത. അത് ദേവിയും കാമദേവനും ഒക്കെ ദേവനായി കാണുന്ന സങ്കല്പമാണ് നമുക്ക്. അങ്ങനെ വരുമ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അത് നേടണ്ടേ കല്യാണം കഴിക്കാതെ ചോദിക്കുമ്പോഴാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്ത്രത്തിന്റെ ഭാഗത്തുനിന്ന് പറയാൻ അങ്ങനെയല്ല ഉള്ളത്. നിങ്ങളുടെ ശരീരം ആവശ്യപ്പെടുന്ന കാര്യം നേടണം, ധാർമ്മികമായിരിക്കണം എന്നേ പറഞ്ഞുള്ളൂ. അത് വിവാഹം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ദേവദാസി സമ്പ്രദായം ഉണ്ടായത്. പക്ഷെ അതും പിന്നീട് എന്തായി, അപജയം സംഭവിച്ചു. അതൊരു വിഭാഗം ചൂഷണം ചെയ്യുന്നതിന് ഉപയോഗിച്ചു. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്നത് ഒരു ഗണികയായ സ്ത്രീ, ആ വാക്ക് തന്നെ തെറ്റാണെന്ന് നമുക്ക് അറിയില്ല, അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കാം, നമുക്ക് പറയാനും പറ്റില്ല. അങ്ങനെ ഒരാളെ കണ്ടാൽ തൊഴണം എന്നാണ്. എന്താണ്? അവർ നമുക്ക് അറിവ് തന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് അറിവ് കൊടുത്തു എന്നാ നിങ്ങളതിലേക്കാണ് തോന്നിയ. പക്ഷെ മറിച്ച് അറിവാണ്, അവൻ എന്തേ എന്നുള്ളത് അറിയിച്ചു കൊടുത്തു. അതുകൊണ്ട് കാമകലയാണ്. വത്സ്യൻ എഴുതിയ 64 കലകളോട് കൂടിയ ഒരു കാമശാസ്ത്ര ഗ്രന്ഥം എന്തിനെഴുതി? 64 എന്ന സംഖ്യ തന്ത്രവുമായി ബന്ധപ്പെട്ടാണ്. തന്ത്രത്തിന് 64 കലകളുണ്ട്. അപ്പൊ അതിന്റെ 64 ഉള്ള സംഖ്യ ഇവിടെ 64, കളരിയിൽ 64 വലിയ പ്രാധാന്യം ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് കാമശാസ്ത്രം എഴുതിയത്. അപ്പൊ കാമശാസ്ത്രം കേവലം കാമത്തിന് വേണ്ടിയുള്ളതല്ല, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ആളുകൾ എന്താണ് ഇതൊന്നും അറിയാതെ പുതിയ ഈ യുഗത്തിലൂടെ ലഹരിക്ക് അടിമപ്പെട്ട് കൗളമാർഗത്തിൽ മദ്യവും മത്സ്യവും മാംസമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ എത്ര അടുത്ത് വേണമെന്ന് നോക്കിക്കോളൂ. കള്ളു കുടിച്ചാൽ പിറ്റേ ദിവസം എന്താ അതിന്റെ മണം ഉണ്ടാവുമെന്ന് അറിയുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്, അങ്ങേക്ക് അറിയില്ലെങ്കിൽ. അപ്പൊ അത് നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിൽ അഡിക്റ്റ് അല്ല നമ്മൾ. അപ്പൊ ഇത്തരം സാധനങ്ങളൊന്നും അഡിക്ഷന് വേണ്ടിയിട്ടുള്ളതല്ല, അതിനെ ജയിക്കാനുള്ളതാണ്. സാധാരണ ഈ വേദാന്ത സന്യാസം അവരെന്താ പറഞ്ഞാൽ ഒരു പുഷ്പം വിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിലേക്ക് നോക്കരുതേന്നാ പറയും.